ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഒരു വലിയ കാടാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ആ ഒരു കാടിനകത്ത് ഒരുപാട് പേര് ചേർന്നിട്ട് ഈ മരങ്ങളെല്ലാം ഇങ്ങനെ വെട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു മരം വെട്ടുന്ന വലിയൊരു മെഷീൻ ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്ന ഒരാളോട് അവിടെ നിൽക്കുന്ന വേറൊരുത്തനെ ഇങ്ങനെ പറയുന്നുണ്ട്, ഏയ് നീ മരം വെട്ടുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വെട്ട്, ഒരുപാട് പാമ്പുകളും മറ്റു മൃഗങ്ങളൊക്കെ കാണും, അതുകൊണ്ട് കുറച്ച് നോക്കിയും കണ്ടൊക്കെ വെട്ടാൻ പറയുമ്പോൾ ഓക്കെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവനോട് ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, അവൻ ഇപ്പോൾ ഈ ഒരു മരം വെട്ടുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടിയിലിരിക്കുന്നവനായാലും കുറെ നേരം അവനെ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നവൻ മറിഞ്ഞ് താഴേക്ക് വന്ന് വീഴാണ്. ഇത് കണ്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്ന അവനാണെങ്കിലോ പെട്ടെന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരുത്തനെ അവിടെ കാണാനില്ല. പകരം താഴെ മുഴുവനായിട്ട് രക്തം മാത്രമേ ഉള്ളൂ. ഇവനായാലും പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം തിരിഞ്ഞു വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ജോലി ചെയ്തവരുണ്ടല്ലോ, അവരെ ആരെയും കാണുന്നില്ല. സെക്കൻഡുകൾ കൊണ്ട് എല്ലാവരെയും കാണാതായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇവൻ പേടിച്ച് ഓടുന്ന വഴിക്ക് പെട്ടെന്ന് കാല് തെറ്റി താഴേക്കും വീഴും. അങ്ങനെ താഴെ കിടന്ന കോടാലി എടുത്ത് ഓടുകയാണ്. ആരോ ഇവനെ ഫോളോ ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇവനായാലും കുറെ ദൂരം ഓടിയിട്ട് ഒരു കെണിയുണ്ട്, ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നതും പെട്ടെന്ന് ഈ കരയിൽ പിടിച്ചിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വീഴില്ല, അതിന് മുന്നേ തന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലല്ലോ. കാണിക്കുമ്പോൾ താഴെ മുള്ള് അതേപോലെ തന്നെ വള്ളികളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഒരു വള്ളിയിൽ ഇവന്റെ കാലങ്ങനെ കുടുങ്ങിയിട്ട് പെട്ടെന്ന് ഇവനെ തല കീഴായിട്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നു. എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ചുറ്റിനിങ്ങനെ നോക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മനുഷ്യനിങ്ങനെ നടന്നു വരുന്നു. ഇത് വേറെ ആരുമല്ല, നരഭോജികളുണ്ടല്ലോ, മനുഷ്യ മാംസം തിന്നുന്ന കാട്ടുവാസികളാണ്. അങ്ങനെ നടന്ന് ഈ ഒരാളുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് വീണ ഒരു കോടാലിയുണ്ട്, അതെടുത്ത് അവന്റെ ഒരു ഒറ്റ വെട്ട്. അതോടെ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് റിവർ ഓഫ് ബ്ലഡ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്തായാലും ഒരു സ്ലാഷർ ഹൊറർ മൂവിയാണെന്ന്, അതൊരു സർവൈവൽ മൂവി. ഓക്കെ, ഇനി എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നും ജാസ്മിൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും അവളുടെ ആ ഒരു സൗന്ദര്യം കണ്ട് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കാണ്. ഓക്കെ, കാണുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഒരു ലൈക്ക് അടിച്ചു വിട്ടേക്ക്. അപ്പോൾ ജാസ്മിൻ, അവളോടൊപ്പം റിച്ചി എന്ന് പറഞ്ഞ ഒരുത്തൻ, അതേപോലെ തന്നെ മായ, പിന്നെ ജയ് എന്ന് പറഞ്ഞ് വേറൊരുത്തൻ. അപ്പൊ ഇങ്ങനെ 2 പേര് ഇവരിപ്പോ ഒരു റിസോർട്ടിൽ വന്ന് താമസിക്കാണ്. ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ അടുത്തായിട്ട് ഒരു വലിയ കാടുണ്ട്. ആ ഒരു കാട് പോയി നല്ലതുപോലെ ചുറ്റിക്കറങ്ങണം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലായാലും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. അവരെ പോലെ തന്നെയാണ് ഇവർ കുറച്ച് നാൾ ജോലി ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നാട് മുഴുവൻ കറങ്ങിയിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും ജോലി ചെയ്യും. ആ ഒരു രീതിയിൽ അങ്ങനെ എല്ലാവരും ഈവനിങ്ങിൽ നല്ലതുപോലെ ആഹാരമെല്ലാം കഴിക്കുന്ന സമയത്താണ് അതിൽ റിച്ചി ഒരു വലിയ ഷാമ്പെയിൻ ഇവർക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, നമ്മളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഷെയറുകളെല്ലാം ഞാൻ വിറ്റു, അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ആ ഒരു ട്രിപ്പിന്റെ മൊത്ത ചെലവും ഞാനാണ് നോക്കാൻ പോകുന്നത്. എന്നിട്ട് എല്ലാവർക്കും ഷാമ്പെയിൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഏജ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് എന്തോ അസൂയ പോലെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ നേരെ ജാസ്മിനെയും വിളിച്ച് അവളുടെ റൂമിലേക്ക് വന്നിട്ട് ഇപ്പൊ അവളോട് പറയും, പക്ഷെ നമ്മുടെ കമ്പനിയിലെ ഒരു പാർട്ണറായിട്ട് അവനെ ചേർക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഷെയറുകളെല്ലാം അവരിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. സോറി, ഇവന്റെ കൂടെ ഉള്ളത് ജാസ്മിൻ അല്ല, മായയാണ്. അപ്പോൾ മായ ആയാലും ഈ ഒരു കാര്യം കേട്ടിട്ട് അവനിപ്പോൾ പണത്തിനെ പറ്റിയല്ലല്ലോ നമ്മളോട് സംസാരിച്ചത്, നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊക്കണ്ട, കുറച്ച് നാളെ നമ്മളിവിടെ ട്രിപ്പെല്ലാം നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കാര്യം നോക്കി നമ്മൾ പോകാൻ പോയല്ലേ, ഇപ്പൊ അതെല്ലാം വിട്, ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നാലോ എന്നുള്ള രീതിയിൽ അവള് നല്ല തയ്യാറെടുത്തേന് ഇരിക്കുന്നതും പെട്ടെന്ന് അവന്റെ ഫോണിലേക്കൊരു കോള് വരികയാണ്. നശിപ്പിച്ച്, ഓ അച്ഛനാണോ വിളിക്കുന്നത്, ശരി ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെയുള്ള ആ ഒരു ഡോർ അങ്ങ് വലിച്ചു തുറക്കാണ്. എന്നിട്ട് ആ ഒരു ബാൽക്കണിയുടെ അടുത്തേക്ക് വന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും വലിയൊരു കാടാണല്ലോ. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അത്രയും ഭംഗിയുള്ളതായിരിക്കും. അതെല്ലാം അവൾ നല്ലതുപോലെ തന്നെ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ഈ ഒരു കാട് ചുറ്റി കറങ്ങാനായിട്ട് പോവാണ്. അതിനു മുന്നേ തന്നെ ഇവർക്കൊരു വഴികാട്ടി വേണമല്ലോ. അവന്റെ പേരാണ് നിക്ക്. അങ്ങനെ നിക്ക് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു ജാക്കറ്റ് പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവരിപ്പോ മല കയറിയല്ല ഉള്ളിലേക്ക് പോകാൻ പോകുന്നത്, അവിടെയുള്ള പുഴയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടാവും. ബോട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ച് മുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജാക്കറ്റ് ഇവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ചില സമയങ്ങളിൽ ഈ ഒരു പുഴയിൽ വെള്ളം കൂടുതലായിരിക്കും, ചില സമയം വെള്ളം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, അല്ല പാമ്പ് മുതല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കാതെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവർക്ക് പോകാനായിട്ട് ഈ ഒരു കയാക്കിംഗ് ഉണ്ടല്ലോ, അതുപോലെ ഒരു ചെറിയ ബോട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് വെച്ചിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ എല്ലാവരും അതിലേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് പറയുന്നുണ്ട്, ഈ പോകുന്ന വഴിക്ക് നിങ്ങൾ വെള്ളത്തിലേക്ക് വീഴാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഫോണ്, സ്വർണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതേ ഈ ബാഗിലേക്ക് വെച്ചോ, ഇത് വാട്ടർ പ്രൂഫ് ആണെന്നും പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ബാഗിലേക്ക് ഇടുന്നു. പക്ഷെ അതിൽ നമ്മുടെ AJ മാത്രം ഈ ഒരു ബാഗിലേക്ക് ഒന്നും ഇടുന്നില്ല.
അപ്പോഴേക്കാണ് റിച്ച് ചോദിക്കുന്നത്, ഏജെ നീ എന്താ ഇടാതെ? അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള കാര്യമാണോ? അതെന്താണെന്നില്ല ചോദിക്കുമ്പോൾ ഏജെ പറയും, ഇല്ലില്ല ഞാൻ ഇടുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവർക്കാർക്കും ഈ ഒരു കയാക്കിങ്, ഈ ഒരു ബോട്ട് നല്ലതുപോലെ ഓടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുറഞ്ഞ ഭാഗത്ത് ഇവരെ കൊണ്ടുപോയിട്ട് ചെറിയ രീതിയിൽ ഇവർക്ക് പ്രാക്ടീസ് എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് നിക്ക് ഇവരെയും കൊണ്ട് പോവാണ്. നിക്കാണ് മുന്നിൽ പോകുന്നത്, ഇവർ 4 പേരും പുറകെ പോകുന്നു. അങ്ങനെ ഇവർ കുറെ ദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ്, സത്യം പറയാലോ നല്ല സൂപ്പർ കാട്, കാണാൻ നല്ല അത്രയും ഭംഗിയുണ്ട്. ഓക്കെ അതുപോട്ടെ. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജാസ്മിൻ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബോട്ടൊരു വശത്തേക്ക് നിർത്തി അവൾ പെട്ടെന്ന് ഒരു മരത്തിനടുത്തേക്ക് ചെന്ന് ഛർദ്ദിക്കാണ്. അപ്പോൾ അവളുടെ ഭർത്താവായിട്ടുള്ള റിച്ചി ആണെങ്കിലും പുറകെ ചെന്നിട്ട് അവളെ തൊടുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു പോകും. അല്ല എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളായാലും എന്തോ ഒരു ടെൻഷനോടെ തന്നെ അവനെ നോക്കുന്നുണ്ട്. പക്ഷെ അധികം അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ അവളെ സമാധാനപ്പെടുത്തി വീണ്ടും ഇവർ ബോട്ടിലേക്ക് വന്നിട്ട് ഇനി കുറച്ചുകൂടി ദൂരം പോവാന്നും പറഞ്ഞ് ഇവർ പോകാനായിട്ട് നിൽക്കുന്ന അതേ സമയം ഈ ഒരു കാടിന്റെ മറ്റൊരു വശത്ത് കാണിക്കുമ്പോൾ 2 ബൈക്കേഴ്സ്, അതും ഒരു കപ്പിളാണ്. അവർ രണ്ടുപേരും ബൈക്കിൽ വന്നിട്ട് ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന കാര്യങ്ങളും ഈ ഒരു കാടിലെ കാര്യങ്ങളെല്ലാം അവർ ഫോണിൽ ലൈവായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ഈ ഒരു ബൈക്ക് കൊണ്ട് നിർത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നല്ലതുപോലെ ഇവരുടെ വീഡിയോയ്ക്ക് വ്യൂവും കൂടുന്നുണ്ട്. അത് കാരണം ഓക്കെ ഇനി കുറച്ചുകൂടി ദൂരം പോയിട്ട് നല്ലതുപോലെ തന്നെ ഈ ഒരു കാട് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ബൈക്ക് എടുത്ത് ഇപ്പോൾ കാടിനകത്തേക്ക് പോവാണ്. അത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടിച്ചോട്ട് പോകുമ്പോൾ ഒരിടത്ത് എത്തുന്നതും പെട്ടെന്ന് ഈ മുന്നിൽ പോകുന്ന ആവർത്തനുണ്ടല്ലോ അവന്റെ കഴുത്ത് മുറിഞ്ഞ് അങ്ങനെ ആ ഒരു ശരീരം ബൈക്ക് ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഒരു പെണ്ണായാലും പെട്ടെന്ന് ഇത് കണ്ടിട്ട് താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് ബൈക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അവൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഒരു വിധത്തിൽ അവളുടെ കാല് മാത്രം വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ഇവള് നേരെ അവനെ വിളിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ രക്തം മാത്രമേ ഉള്ളൂ, ആ ഒരുത്തനെ കാണാനില്ല. അങ്ങനെ ഇതുകൂടി കാണുന്നതും ഈ ഒരു പെണ്ണ് അലറി വിളിച്ച് അവിടെ നിന്ന് തിരിച്ചോടാൻ തുടങ്ങും. അതേസമയം ഇവരെ കാണിക്കുമ്പോൾ ഇവർ ഈ ഒരു ബോട്ടിൽ കുറച്ചുകൂടി മുന്നിലേക്ക് പോവാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് നമ്മുടെ നിക്കാണ് മുന്നിൽ പോകുന്നത്, ഇവര് 4 പേരും പുറകിലും. അതുമല്ല അവര് വെള്ളമെല്ലാം എടുത്ത് പരസ്പരം ദേഹത്തേക്കെല്ലാം ഇങ്ങനെ എറിഞ്ഞ് നല്ല ഹാപ്പിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും, അത് വേറെ കാര്യം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജാസ്മിന്റെ മുകളിലേക്ക് ഒരു പാമ്പ് വന്ന് വീഴുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള പാമ്പല്ല, ഇത് കാട്ടിലെ പാമ്പ്. ഇത് കാണുന്നതും ജാസ്മിനും റിച്ചിയും പെട്ടെന്ന് ആ ഒരു ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. ഇത് കാണുമ്പോഴത്തേക്കാണ് നിക്ക് പറയുന്നത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സാധാരണ ഒരു ചെറിയ പാമ്പല്ലേ, അതാരെ ഉപദ്രവിക്കത്തൊന്നുമില്ല, നിങ്ങൾ കേറെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ട് പിടിച്ചടുത്തേക്ക് കാണിക്കുമ്പോൾ റിച്ചിയും ജാസ്മിനും എന്തായാലും വെള്ളത്തിൽ വീണു. അങ്ങനെ ഇവരായിട്ട് മാത്രം കുളിക്കണ്ട, അവരെ രണ്ടുപേരും കൂടി കുളിപ്പിക്കാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവരോട് പറയുന്നതും ഇവരും അതേപോലെ തന്നെ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടുകയാണ്. ആരാണ്? നമ്മുടെ മായയും ഏജയും. അങ്ങനെ എല്ലാവരും വെള്ളത്തിലേക്ക് വീണ് കുട്ടികളെ പോലെ കാലും കയ്യിലിട്ടടിക്കുന്ന സമയത്താണ് ഏജയുടെ ഫോൺ വെള്ളത്തിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ ഈ ഒരു വടുവിനോട് പറഞ്ഞിരുന്നു ഫോൺ എടുത്ത് കൊടുക്കാനായിട്ട്, കേൾക്കത്തില്ല. അങ്ങനെ നമ്മുടെ റിച്ചി ആണെങ്കിലോ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ഫോണായാലും നിക്ക് വാങ്ങിയിട്ട് അവന്റെ ബോട്ടിലേക്ക് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്നും പറയുമ്പോൾ ഇവിടെ ആ ഒരു ബൈക്കർ ലേഡി ഉണ്ടല്ലോ, അവളിപ്പോ എവിടെയാണെന്നറിയാതെ ഈ ഒരു കാട്ടിനകത്തൂടെ നടക്കാണ്. കുറെ ദൂരം ഇങ്ങനെ നടക്കാണ്. അവളുടെ കാലാണെങ്കിൽ വയ്യ ആ ഒരു ബൈക്കിനടിയിൽ പെട്ടിട്ട്. അങ്ങനെ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ ഗുഹ കാണുന്നു. എന്റെ പൊന്നു മോളെ ചെന്ന് കയറരുത് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും പാവം മരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തടയാൻ പറ്റുമോ? കയറിപ്പോക്കോട്ടെ. അങ്ങനെ ആ ഒരു പെണ്ണായാലും പതി ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ അത്രയും പഴക്കമുള്ളൊരു ഗുഹ. ഇപ്പോൾ വേറെ വഴിയില്ല, പേടിക്കാതിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ അകത്തേക്ക് കയറി ഒളിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള വവ്വാലുകളെല്ലാം കൂടി അവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. ഷടാ ഇവിടെയും സമാധാനം തരത്തില്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ അവളായാലും അകത്തേക്ക് കയറിയിട്ട് ലൈറ്റ് എല്ലാം കത്തിച്ച് ആ ഒരു വെളിച്ചത്തിൽ അവളിരിക്കുന്ന ആ ഒരു പാറയുടെ അടുത്തേക്കെല്ലാം ആ ഒരു വെളിച്ചം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെയോ സിമ്പലുകൾ വരച്ചിട്ടുണ്ട്. ഇത് കാണുന്നതും ഇവൾക്ക് പെട്ടെന്ന് ഇപ്പൊ അവളായാലും എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാം എന്നും പറഞ്ഞിട്ട് വീഡിയോ ലൈവിലിട്ട് അവളിങ്ങനെ സംസാരിക്കുകയാണ്. പ്ലീസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് പെട്ടുപോയി, ഇവിടേക്ക് വരണമെന്നെല്ലാം പറയുന്നുണ്ട്. അത് ഈ സമയം തന്നെ കാണിക്കുമ്പോൾ സെൽഫി എടുക്കാനായിട്ട് പുറകിൽ വേറെ അണ്ണനും കൂടിയുണ്ട്. അതാരുമല്ല നമ്മുടെ നരഭോജി മനുഷ്യൻ. കുറേ നേരമായിട്ട് അവളുടെ പുറകെ തന്നെ നിൽക്കുന്നു. അവളാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല. പ്ലീസ് ആരെങ്കിലും വരണം, എന്റെ കൂടെ വന്ന അവനെ ആരൊക്കെ കൊന്നു, അവനിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തോ ഉരുണ്ട് അവളുടെ അടുത്തേക്ക് വരാണ്. വേറെ ഒന്നുമല്ല, അവളുടെ കൂടെ വന്ന അവന്റെ തല. ഓക്കെ അവനല്ലേ കണ്ടില്ല എന്ന് ചോദിച്ചേ, തല മാത്രം ദേ വന്നിട്ടുണ്ട്. അവൾ അങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് ചുറ്റിനും ഇതിനകത്തുള്ള തീപ്പന്തം എല്ലാം കത്തിക്കുമ്പോൾ അവൾ ഓടി വന്ന് കയറിയിരിക്കുന്നത് ഈ ഒരു കാട്ടുവാസികളുടെ വീട്ടിലേക്കാണ്. ഇന്നത്തേക്ക് എന്തായാലും അവർക്കുള്ള ആഹാരമായി. ഇനി ഒരു 4-5 പേരും കൂടി വരാനുണ്ട്. ഇപ്പൊ അവരെ കാണിക്കുമ്പോൾ അവര് 4 പേരും ഈ ഒരു പുഴയിലൂടെ കുറെ ദൂരം വന്നിട്ട് ഇവരുടെ ബോട്ടെല്ലാം ഇപ്പോൾ ഒരിടത്തേക്ക് ഇങ്ങനെ ഒതുക്കി നിർത്തിയേക്കാണ്. കാരണം കുറച്ചു നേരം എന്തായാലും റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ
എല്ലാവരും അവിടെ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഏജ് ആണെങ്കിലും അവന്റെ ഫോൺ വെള്ളത്തിൽ വീണല്ലോ, അതിലുള്ള വെള്ളമെല്ലാം ഇങ്ങനെ കുടഞ്ഞു കളയുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങളെ ചെയ്യും. അപ്പോൾ നിക്കായാലും ഇവരോട് പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് ഒക്കുന്ന രീതിയിൽ ഇവിടെ തീയെല്ലാം കൂട്ടിയിട്ടിട്ട് ചെറിയൊരു ക്യാമ്പ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ എല്ലാവർക്കും കിടക്കാനായിട്ട് ഈ 2 മരങ്ങളിൽ ഊഞ്ഞാല് പോലെയെല്ലാം കെട്ടിയിടുന്നുണ്ട്. ഇതാകുമ്പോഴേ അവർക്ക് എളുപ്പമാകത്തുള്ളൂ, ചുരുട്ടിക്കൂട്ടി എടുത്തോണ്ട് പോവാലോ. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ഊഞ്ഞാലെ കയറി കിടന്നിട്ട് ഈ പെണ്ണുങ്ങൾക്ക് 2 പേർക്ക് അത് ശരിയാവുന്നില്ല. ഇത് സപ്പോർട്ടാവോ പൊട്ടി വീടോ എന്നെല്ലാം പറയുന്നുണ്ട്. നിക്കാണെങ്കിലോ എന്തോ വെള്ളമെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഈ വെള്ളമെല്ലാം എടുത്ത് തീയുടെ മുകളിലേക്ക് വെച്ചിട്ട് കോഫി ഉണ്ടാക്കുവാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ അവനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിക്ക് നേരെ മായയുടെ അടുത്തേക്ക് പോയിട്ട് ഈ കാനിബൽസ് ഉണ്ടല്ലോ അവരെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പൊ നല്ല രീതിയിൽ രാത്രിയായി. രാത്രി തന്നെ കാനിബൽസിനെ പറ്റി പറയാൻ പറ്റിയ സമയം. ആ ഒരു സമയത്ത് മായ നിക്കിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു കാടിനകത്ത് ഇങ്ങനെ ഒരു ജീവിതം, ഏത് സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു റിസ്ക് എടുത്തില്ല. ഓക്കെ നിന്റെ ഭർത്താവ് ഏജയെ പറ്റി പറ. അത് വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛനാണ് അവനെ ജോലിക്കെടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് നിക്ക് പറയുന്നത്, ഈ ഒരു കാടിനെ പറ്റി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറെ നാളുകൾക്ക് മുന്നേ ഒരുപാട് പേര് ഈ ഒരു കാട് ക്ലീൻ ചെയ്യാനായിട്ട് അകത്തേക്ക് വന്നു. ആ ഒരു സമയത്ത് ഈ ചിലന്തി വല കെട്ടി എങ്ങനെ ഇരയെ പിടിക്കും, സ്രാവ് എങ്ങനെ അതിന്റെ ഇരയെ പിടിക്കും, അതുപോലെ ഇവിടെയുള്ള ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അതിലൊരാൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഇവന്റെ കാലി അവർ വെട്ടി. പക്ഷെ എന്നിരുന്നാലും അവരെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഈ കാടിനുള്ളിൽ മനുഷ്യരെ തിന്നുന്ന നരഭോജികളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരും അവനെ വിടാതെ ഫോളോ ചെയ്തു. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വിധത്തില് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും അവർ വെറുതെ വിട്ടില്ല. അവസാനം വീണ്ടും അവനെ കെടിവെച്ച് പിടിച്ച് അവരവനെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ മായ ചോദിക്കും, അല്ല അവന്റെ കാലെന്തിനാ വെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ, വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും തിന്നാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കാല് വെട്ടിക്കഴിഞ്ഞാല് ആ ഒരു കാല് കൊണ്ട് നടക്കാൻ കഴിയാതെ അവൻ ഈ ഒരു കാട് ചുറ്റി നടന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവനെ പിടിച്ച് തിന്നുകയും ചെയ്യും എന്നുള്ള ആ ഒരു കഥ പറഞ്ഞിട്ട് നിക്കിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ദേ എന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അറിവാണ് എന്നെല്ലാം പറയുമ്പോൾ മായ ചോദിക്കും, ഇത് ഇത്ര കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നിക്ക് പറയും, എന്റെ മുത്തശ്ശൻ പോയ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ അസ്ഥികൂടങ്ങള് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ ഏജ് എവിടേക്ക് വന്നിട്ട് അവനാകെ ദേഷിച്ച് മായനെ നോക്കാണ്. ഒറ്റയ്ക്കിരുന്ന് ഇവനായിട്ട് എന്താ സംസാരം എന്നുള്ള രീതിയിൽ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചിട്ട് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് രാത്രിയാവുന്നതും ജാസ്മിന് കാടിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം. അതുമല്ല, ഇവളാണെങ്കിൽ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് കുറച്ച് ദൂരേക്ക് പോയിട്ട് അവളായാലും ബാത്റൂമിൽ പോയിട്ട് അത് കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഏജ് ഉണ്ടല്ലോ പുറകിലൂടെ ചാടി വന്ന് അവളെ പിടിക്കും. എന്നിട്ടാണ് അവളെ മാറ്റി നിർത്തുമ്പോൾ അവള് പറയും, പോ അവിടുന്ന്, ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെയാണ് എന്നെല്ലാം പറയാണ്. ആഹാ, അപ്പോൾ രണ്ടുപേരും കൂടി ഇതായിരുന്നല്ലേ പരിപാടി. അപ്പോഴേക്ക് ഏജ് പറയും, എത്ര നാളെന്നും പറഞ്ഞ് ഇതുപോലെ ഒളിച്ചെന്നെല്ലാം സംസാരിക്കുന്നേ. ഓക്കെ, എന്തായാലും കുറച്ച് നാളും കൂടി ഒന്ന് സഹിച്ചാൽ മതി. എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ അവരെയും ഡിവോഴ്സ് ചെയ്ത് നമുക്ക് രണ്ടുപേർക്കായിട്ട് കല്യാണം കഴിക്കാം. ഇതാണ് ഈ കാമുകന്മാരുടെ പ്രശ്നം. അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കൂടെയുള്ള പാർട്ട്ണറിനെ ചതിച്ചുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നേരത്തെ തന്നെ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴ് തന്നെ പറഞ്ഞു പിരിഞ്ഞ് പോകാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും കാട്ടാളന്മാർ പിടിച്ചുകൊണ്ടു പോകും, നോക്കിക്കോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ മായനെ റിച്ചിനെ കാണിക്കുമ്പോൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. വേറെ ഒന്നുമല്ല, ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഒരു കാര്യം അറിയാം. പക്ഷെ മായയാണെങ്കിലോ അറിഞ്ഞിട്ടും ഇതിനെപ്പറ്റി അറിയാത്തതുപോലെ തന്നെ കിടക്കുന്നു. റിച്ചി ആണെങ്കിൽ ആകാശത്തേക്ക് നോക്കി നല്ലതുപോലെ കരയുന്നുണ്ട്, പാവം. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും റിച്ചിയെ അവിടെ എവിടെയും കാണുന്നില്ല. ചേട്ടാ ഇവ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും അവർ വന്ന ഒരു ബോട്ടും കാണാനില്ല. അപ്പോൾ എവിടെയെങ്കിലും അവൻ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പെട്ടെന്ന് ആ ഒരു ബോട്ടും എടുത്ത് ആ ഒരു പുഴയിലൂടെ തന്നെ കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 2 വഴിയായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ്. ഒരിടത്തേക്കാണെങ്കിൽ നല്ല കുത്തൊഴുക്ക്, മറ്റൊരു വശത്തേക്കാണെങ്കിൽ നോർമലായിട്ട് തന്നെ കിടക്കുന്നു. അപ്പോഴേക്കും മായ പറയും, ശരി നമുക്ക് ഈ ഒരു വഴിയെ പോവാന്ന് പറയുമ്പോൾ നിക്ക് പറയും, വേണ്ട, ആ ഒരു വശത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. കാരണം ആ ഒരു വശത്താണ് നരഭോജികളായിട്ടുള്ള മനുഷ്യരുള്ളത്. അങ്ങോട്ടും എല്ലാം ചെന്ന് കയറി കൊടുത്താൽ അവർ പിടിച്ച് കുക്കറിൽ കയറ്റും. അപ്പോൾ ഇവർ മൂന്നുപേരും പറയും, ഇല്ല നമുക്ക് എന്തായാലും ഈ ഒരു വഴിക്ക് തന്നെ പോകാം. കാരണം ഈ ഒരു വശത്ത് നല്ല കുത്തൊഴുക്കാണ്, ഇവിടേക്ക് അവൻ പോകാനായിട്ട് ചാൻസ് ഇല്ല. ഈ ഒരു വഴി എന്തെങ്കിലും കാണാനായിട്ട് പോയതാണെങ്കിലോ, പോയി നോക്കാമെന്ന് പറഞ്ഞ് നിക്ക് പറഞ്ഞത് കേൾക്കാതെ എല്ലാവരും കൂടി ചെല്ലാണ്. ഓക്കെ, പെട്ടെന്ന് ചെല്ലി അവരവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേവിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഇവരായാലും അവിടെ നിന്നും ഒരുപാട് ദൂരം തുഴഞ്ഞു ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ റിച്ചിയുടെ ആ ഒരു ബോട്ട് കാണുന്നു. ഇത് കാണുമ്പോഴത്തേക്കും കൺഫേം ആയി ഇവൻ ഇവിടെ എവിടെയോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ നിക്ക് ഇവരോട് പറയും, ശരി നിങ്ങൾ എന്തായാലും പോയിട്ട് വാ, ഞാൻ വരത്തില്ല, ഒരു കാരണവശാലും ഞാൻ വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്, അതിനുള്ളിൽ അകത്തേക്ക് പോയിട്ട് അവനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ തിരിച്ചു വന്നോ. അങ്ങനെ നിക്കിനെ അവിടെ നിർത്തിയിട്ട് ഇവർ മൂന്നുപേരും പതിയെ
ഉള്ളിലേക്ക് കയറി പോവാണ്. നോക്കുമ്പോഴത്തേക്കും വലിയ ആ ഒരു ഗുഹ കാണുന്നുണ്ട്. ഓക്കെ, ഇത് എന്തായാലും അവരുടെ ഗുഹയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് മൂന്നിന് പോകുമ്പോൾ ഇവിടെ നിക്ക് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു സമയത്ത് കാടിനകത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഇവനായാലും ആ ഒരു ബോട്ടെല്ലാം അവിടെ തന്നെ ഇട്ട് ഉള്ളിലേക്ക് കയറി നോക്കാണ്. നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലായിട്ട് ഈ ഒരു പാവകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമല്ല അതിനെല്ലാം ഓരോ വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ നരഭോജികൾ കൊന്ന മനുഷ്യരുടെ വസ്ത്രങ്ങളാണ്. അതുമല്ല ഇവന്റെ മുത്തശ്ശന്റെ ആ ഒരു തൊപ്പിയും അവിടെ കാണുന്നുണ്ട്. ഇത് കണ്ട് അവനായാലും പെട്ടെന്ന് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചുറ്റിനും നോക്കുമ്പോൾ ഈ ഒരു ഡയമണ്ട് നെക്ലസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയെല്ലാം ഇട്ടേക്കാണ്. അങ്ങനെ നിക്കാണെങ്കിലും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സമയത്താണ് അടുത്ത് തന്നെ മറ്റൊരു പാവ. സത്യത്തിൽ അത് പാവയല്ല, അതും ഒരു നരഭോജിയായിട്ടുള്ള മനുഷ്യനായിരുന്നു. അവൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നതും ഇവനെന്ത് രണ്ട് കണ്ണു ഇല്ല, ഒന്ന് അതിന്റെ മുകളിൽ വരച്ചു വെച്ചതാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ നിക്ക് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. പോടാ നീ നിന്റെയൊക്കെ ഒരു പാവയെന്നും പറഞ്ഞ് നിക്കാണെങ്കിൽ ഓടി വന്ന് തന്റെ കയ്യിലുള്ള ആ ഒരു ബോട്ടുണ്ടല്ലോ അതും എടുത്ത് അവിടെ നിന്ന് കുറച്ചു ദൂരെ ഇങ്ങനെ പോകുന്നതും പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്ന് ഒരുത്തം പൊങ്ങി വന്ന് കോഴി അറക്കുന്നത് പോലെ നിക്കിന്റെ കഴുത്തറുത്ത് അവനെ അങ്ങ് കൊല്ലുകയാണ്. അതേസമയം ഇവര് മൂന്നുപേരും ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിയിട്ട് അവിടെയെല്ലാം നോക്കുമ്പോൾ ആ രണ്ട് ബൈക്കേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഹെൽമറ്റ് മാത്രം അവിടെ കിടക്കുന്നു. അതെടുത്ത് നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് റിച്ചി അവിടേക്ക് വരുന്നത്. റിച്ചിയെ കാണുന്നതും ജാസ്മിൻ പെട്ടെന്ന് ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്, എന്തോ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ. അങ്ങനെ അവനായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ച് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ റിച്ചി ഏജയോട് പറയുന്നത്, ഏജെ നിന്റെ ഫോണിലൊരു പാസ്വേഡ് ഇട്ട് വെക്ക്. നീ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടോ ആരുടെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ടോ ഒരു കാര്യമില്ല, കാരണം അതിനകത്തുള്ള എല്ലാ കാര്യവും ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ ആ ഒരു ഫോൺ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് റിച്ചി അവിടെ നിന്ന് പോകുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു ഫോൺ അവൻ കൊടുക്കാത്തതിന് കാരണം ജാസ്മിന്റെ ഒരുപാട് ഫോട്ടോസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ റിച്ചി ഇപ്പൊ കാണുകയും ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നിക്കിനെ അവിടെ കാണുന്നില്ല. 2 ബോട്ട് മാത്രമേ ഉള്ളൂ. ചേട്ടാ ഇവ എവിടെ പോയെന്നും പറഞ്ഞിട്ട് ഇവരായാലും ബോട്ട് എടുത്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്താണ് നിക്കിന്റെ ബോട്ട് അവിടെ കാണുന്നു. ഓക്കെ, അവൻ റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങിക്കാണും എന്നും പറഞ്ഞ് എല്ലാവരും ആ ഒരു ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചിട്ട് കുറച്ച് ദൂരേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ പാത്രത്തിൽ എന്തോ തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. ചേട്ടാ ഇതാരടാ ഈ കാട്ടില് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നിൽക്കുന്നത്, എന്തായാലും പോയി നോക്കാതെ പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് തിളയ്ക്കുന്നത് നമ്മുടെ നിക്കിന്റെ തല. നിക്കിനെ വെച്ച് അവര് തലക്കറി ചെയ്യും. അപ്പോൾ കാട്ടിലെ പുതിയ കറി നിക്ക് തലക്കറി അതെന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുകൂടി കാണുന്നതും പെട്ടെന്ന് തന്നെ 4 പേരും ഓടി ആ ഒരു ബോട്ടിനടുത്തേക്ക് വരുമ്പോൾ ഏജയും റിച്ചിയും കൂടി ചേർന്ന് വഴക്കുണ്ടാക്കാണ്. ഇപ്പൊ ഏജെ പറയുന്നതാണെന്ന് വെച്ചാൽ നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, കാരണം നീ ഇതിനകത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇവിടേക്ക് വരില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇവര് വഴക്കിടുമ്പോൾ മായായാലും ഇവരോട് പറയുന്നുണ്ട്, ഏയ് വഴക്കിടാതെ, നിക്കോ മരിച്ചുപോയി, ഇനി നമ്മുടെ കൂടി തലക്കറി വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാം എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ബോട്ട് എടുത്ത് വീണ്ടും പോകുമ്പോൾ പോകുന്ന വഴിക്ക് അവര് ഒരു മരം മുറിച്ചു വെച്ചേക്കാണ്. ഓക്കെ, എന്തായാലും ഇങ്ങനെ പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് ആ ഒരു ബോട്ട് വെള്ളത്തിനടിയിലൂടെ അപ്പുറത്തേക്ക് തള്ളി വിട്ടിട്ട് എല്ലാവരും അപ്പുറത്തിറങ്ങും. അവസാനം നമ്മുടെ ഏജെ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് അവൻ വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് വെള്ളത്തിനടിയിലൂടെ ഒരുത്തൻ നീന്തി ഇങ്ങനെ വരുന്നവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഏജെ അവനെ കണ്ട് അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് നമ്മുടെ മായ ജാസ്മിനും ആ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ ഒരു കത്തി കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിച്ചി ആണെങ്കിലും വന്ന് ഈ ഒരു കാട്ടുവാസിയോട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഇവർ ആ ഒരു കത്തിയെടുത്ത് ഏജയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതെടുത്ത് കാട്ടുവാസിയുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. ആ ലിവമാർക്ക് മാത്രമേ കൊല്ലാൻ അറിയത്തുള്ളൂ, തിരിച്ചു പണി കിട്ടുമെന്ന് ഒരിക്കലും കാട്ടുവാസി എന്ന പ്രതീക്ഷ കാണത്തില്ല. ഓക്കെ, എന്തായാലും ബോട്ടും എടുത്ത് പോവാന്നും പറഞ്ഞ് എല്ലാവരും ആ ഒരു മരവും കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർ ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴുക്കിലൂടെയാണല്ലോ ഈ ബോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ പാട്ടിന് പോയി. ഇവർക്കാണെങ്കിൽ അത് പിടിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഇവരായാലും ആ ഒരു ബോട്ടിന്റെ പുറകെ തന്നെ വെള്ളത്തിലൂടെ ഓടുകയാണ്. അതേസമയം ഇവിടെ മരിക്കാറായിട്ട് കിടക്കുന്ന ആ ഒരു കാട്ടുവാസി ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വേറൊരുത്തം വന്ന് ഇവനെ കാണുന്നതും അവന്റെ കയ്യിലുള്ളൊരു തടി വെച്ചിട്ട് അവിടെ കിടക്കുന്ന കാട്ടുവാസിയെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ അവിടെ വെച്ച് തന്നെ അടിച്ചങ്ങ് കൊല്ലും. അത് കഴിഞ്ഞിപ്പോ ഇവർ 4 പേരും കാടിനകത്തോടെ ഓടാൻ തുടങ്ങാണ്. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ മരിച്ചുപോയ കാട്ടുവാസി ഉണ്ടല്ലോ അവന്റെ ഹൃദയം മാത്രം പച്ചക്കെടുത്ത് അവിടെ വന്നവൻ ഇങ്ങനെ കടിച്ചു തിന്നുന്നു. ഇതെന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് വല്ലതും ആണോ ഇതുപോലെ കടിച്ചു തിന്നാനായിട്ട്? അതേസമയം ഇവിടെ 4 പേര് ഓടിപ്പോകുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ പുകയെല്ലാം ഇങ്ങനെ വരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കാണ് നിക്ക് പറഞ്ഞ ആ ഒരു കാര്യം ഇവർക്ക് ഓർമ്മ വരുന്നത്. വേറെ ഒന്നുമല്ല, ഈ കാട്ടുവാസികൾക്കറിയാം ഇവർക്ക് 4 പേർക്കും ഈ ഒരു കാട് വിട്ട് പോകാനായിട്ട് കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മളെ വെച്ച് അവർ കളിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഓരോരുത്തരെയായിട്ട് പതിയെ ഇവർ തിന്നാൻ പോകുന്നു. അങ്ങനെ അത് മനസ്സിലാക്കി ഇവർ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഏജയും അതേപോലെ തന്നെ റിച്ചിയും ഇവർ 2 പേരും വീണ്ടും വഴക്കാവുന്നുണ്ട്. അതിനിടയിൽ ഏജയുടെ കൈ വന്ന് ജാസ്മിന്റെ മുഖത്ത് കൊള്ളുന്നുണ്ട്. പക്ഷെ മായാണെങ്കിലോ ഒന്നും പ്രതികരിക്കത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും നടക്കാൻ തുടങ്ങാണ്. രാത്രിയായി. കുറെ ദൂരം നടക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വിശകുന്നുണ്ട്. അല്ല, എനിക്കൊരു കാര്യം, ഇവർ ആ ഒരു പുഴയിലൂടെയല്ലേ വന്നത്, ആ ഒരു പുഴയുടെ കര പിടിച്ച് തന്നെ നടന്നാൽ പോരായിരുന്നു.
ഇപ്പൊ ഇവർ കാടിനകത്തെ കാര്യം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കിട്ടുന്ന പഴങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പൊ മായ ആയാലും ഇവരോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള കാട്ടുവാസികൾക്ക് നല്ലതുപോലെ അറിയാം നമുക്ക് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തില്ലാന്ന്. അവരിപ്പോ നമ്മൾ വെച്ച ഒരു ഗെയിം കളിക്കാണ്, അതുകൊണ്ട് നമ്മൾ വേണം ബുദ്ധിയോടെ ചിന്തിക്കാനായിട്ട്. നമ്മളെല്ലാവരും അലർട്ടായിട്ടിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ റിച്ചി പറയും, ശരി ഞാൻ നിങ്ങൾക്ക് കാവലിരിക്കാന്നും പറഞ്ഞ് അവൻ മാറി വന്നിരിക്കാണ്. അപ്പോഴേക്കും മായ പുറകെ വന്നിട്ട് അവനോട് പറയും, ഇന്നാ ഇതെന്തെങ്കിലും കഴിക്കുന്നെന്ന് പറഞ്ഞ് ഒരു പഴം എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല, നിങ്ങൾ പോയി കിടന്നോ, ഞാനിവിടെ നോക്കിക്കോളാന്ന് പറയുമ്പോൾ മായ ചോദിക്കും, അല്ല എന്തുകൊണ്ടാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ജാസ്മിൻ പ്രഗ്നന്റ് ആണ്, അവളെ എങ്ങനെ ഞാൻ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തും, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് റിച്ചിയുടെ കുഞ്ഞല്ല, കാരണം ഇവൻ ജാസ്മിൻ അറിയാതെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ എന്തായാലും കുട്ടികളുണ്ടാവത്തില്ല, അപ്പോൾ അതെന്തായാലും മേജയുടെ കുട്ടിയായിരിക്കും. അതുപോലെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം, പക്ഷെ എനിക്ക് ജാസ്മിനെ രക്ഷിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അവൻ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയും. അവൾ അവനെ ചതിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും റിച്ചി ഇപ്പോഴും അവളെ തന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, കാരണം അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ അത് സംസാരിച്ച് ഇപ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഏജയാണ് ഉറക്കം എഴുന്നേറ്റ് ഇരിക്കേണ്ടത് ഇവർക്ക് വേണ്ടി കാവലിനായിട്ട്. ബാക്കി 3 പേര് കിടന്നുറങ്ങാണ്. അവനാണെങ്കിൽ ഇരുന്നിട്ട് കൊതുകും കടിക്കുന്നു. എന്ത് ചെയ്യാന്നറിയാതെ കുറച്ച് ദൂരം നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ഥലത്തായിട്ട് ചെളി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അത് വാരി അവൻ ദേഹത്ത് മുഴുവനായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇപ്പൊ കൊതുകും കടിക്കത്തില്ല. അതിനുള്ളിൽ പതിയെ ഇങ്ങനെ കിടക്കാണ്. ആ ഒരു കത്തിയും അടുത്തായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ ഈ ഒരു നരഭോജി കാട്ടുവാസി അവൻ ഇപ്പോൾ പതിയെ ഈ സ്ഥലത്തേക്ക് വരും. നമ്മുടെ ഏജെ ചെളിയിൽ മുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ അവനെ കാണത്തില്ല. അതുപോലെ ഇവന്റെ ടാർഗറ്റ് ആണുങ്ങളെയാണ്. 2 ആണുങ്ങളെയും കൊന്നതിന് ശേഷം മാത്രമേ പെണ്ണുങ്ങളെ കൊല്ലത്തുള്ളൂ. ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത് റിച്ചിയാണ്, അതുകൊണ്ട് അവനെ കൊല്ലാന്നും പറഞ്ഞ് അവനാണെങ്കിലും മറ്റൊരുത്തൻ എന്തിയെ എന്നുള്ള രീതിയിൽ നമ്മുടെ ഏജയെ നോക്കുമ്പോൾ ഏജെ ഇവിടെ സൈഡിൽ ഇതെല്ലാം കണ്ടിങ്ങനെ കിടക്കല്ലേ. കാട്ടുവാസി പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാടി അവനെ പിടിച്ചടുത്തുള്ള ഒരു കുഴിയിലേക്ക് വീണിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ കാട്ടുവാസി നമ്മുടെ ഏജയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. ആ ഒരു സമയത്ത് റിച്ചി ആണെങ്കിലും ഈ ഒരു ശബ്ദം കേട്ട് ചാടി വന്ന് ഈ ഒരു കാട്ടുവാസിയെ പിടിച്ച് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ഏജ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നതും നല്ല ഇറക്കമുള്ളൊരു ഭാഗമായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞ് നേരെ താഴേക്ക് വന്ന് ഒരു കല്ലിലേക്ക് ഇടിച്ചിട്ട് അവന്റെ ബോധം പോയി. ഇപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഇവനിപ്പോ എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. അതില് ഈ 2 പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ട് അവനോടൊപ്പം കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് അവന്റെ കഴുത്ത് കടിച്ച് അവനെ കൊല്ലുന്നത് പോലെയാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് അടുത്തൊരു കാര്യം ഇവൻ വന്ന് വീണത് ആ ഒരു കാട്ടുവാസികളുടെ കൂടാരത്തിനടുത്തായിട്ട്. അങ്ങനെ അവിടെ കിടന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റിച്ചിയെ കെട്ടിയിട്ട് അവര് വലിച്ചെടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് ഒരിടത്തേക്ക് കൊണ്ടിടുമ്പോൾ ഏജെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാട്ടുവാസികളാണെങ്കിലും കുറച്ച് ദൂരെയായിട്ട് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇവനെ കറി വെക്കണോ അതോ ഫ്രൈ ചെയ്യണോ, ഇനി തേങ്ങ അരച്ച് വെക്കണോ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമായിരിക്കും. ആ ഒരു സമയത്ത് ഏജെ റിച്ചിയോട് പറയുന്നുണ്ട്, റിച്ചി പ്ലീസ്, എനിക്ക് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മരണപ്പെടും. അതുകൊണ്ട് അവര് 2 പേരും ഞാൻ രക്ഷിക്കും. അതെന്തായാലും നിനക്ക് ഞാൻ പ്രോമിസ് തരികയാണ്. നീ പോയിട്ട് അവർക്ക് കറി അയക്കൂ എന്നുള്ള രീതിയിൽ ഇമോഷനായിട്ട് നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വേറെ വഴിയില്ലാതെ ഏജെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വശത്തേക്ക് മാറിപ്പോകുന്നതും ഇപ്പോൾ റിച്ചിയെ അവരെല്ലാവരും കൂടി വലിച്ചെടുത്തോണ്ട് പോയിട്ട് അവന്റെ കാലർത്തിട്ട് അവനെ ഓടാൻ വിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു കാടിനകത്ത് ഓടി നടക്കുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ തിന്നാൻ വേണ്ടി. ആ ഒരു രീതിയിൽ അവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിലോ അവരും അത്രയും ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കുന്നുണ്ട് തിന്നാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു കുട്ടികളെല്ലാം കൂടി ചേർന്ന് റിച്ചിയെ പിടിച്ച് പല രീതിയിലും ടോർച്ചർ ചെയ്ത് അവനെ അവസാനം കൊല്ലുകയും ചെയ്യാണ്. അവന്റെ തല വെട്ടി മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഏജെ നേരെ ഇവിടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ അടുത്ത ദിവസമായി 2 പേരെ എഴുന്നേൽപ്പിക്കും. അപ്പോഴേക്കും ജാസ്മിൻ ആണെങ്കിലോ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ മായയ്ക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ജാസ്മിൻ ആണെങ്കിലും ഇപ്പോൾ റിച്ചി അന്വേഷിക്കുന്നുണ്ട്. റിച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏജെ പറയും വേറെ എവിടെയും പോയിട്ടില്ല, അവൻ താഴേക്ക് പോയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ജീപ്പ് റെഡിയാക്കാൻ പോയേക്കാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം, എത്രയും വേഗം എന്നും പറഞ്ഞ് ഇവർ പെട്ടെന്ന് പോകുമ്പോൾ ഈ ഒരു കാട്ടുവാസികളിൽ ഒരുത്തൻ ഇവരെ ഫോളോ ചെയ്ത് തന്നെ വരുന്നുണ്ട്. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവരാണെങ്കിലോ വേഗത്തിൽ ഓടുന്ന സമയത്താണ് ഇവരൊരു ട്രാപ്പ് അവിടെ വലിയൊരു കുഴി എടുത്ത് വെച്ചിരുന്നല്ലോ, അതിലേക്ക് നമ്മുടെ ജാസ്മിൻ വന്ന് വീഴും. അതുമല്ല അതിനകത്താണെങ്കിൽ നല്ല മൂർച്ചയുള്ള കമ്പൊക്കെ ഉണ്ട്. അതൊക്കെ അവളുടെ ദേഹത്ത് കൊണ്ടുവന്നോ. ഇപ്പോൾ എന്തായാലും അവളെ മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേക്കും നമ്മുടെ ഏജെ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ മായ പറയും, ഇല്ലില്ല ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങാം, ഞങ്ങൾ 2 പേരെയും മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ആ ഒരു ബലമുള്ളത് നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ എല്ലാം നോക്കി ഒരു കയറാണ് നോക്കുന്നത്. പക്ഷെ കാടിനകത്ത് കടയില്ലാത്തത് കൊണ്ട് തന്നെ ഇവരടുത്തുള്ള ഒരു മരത്തിലെ വള്ളിയെല്ലാം വലിച്ചെടുത്ത് അത് ദേഹത്ത് കെട്ടി ഇപ്പൊ മായ പതിയെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങാണ്. അതുപോലെ ജാസ്മിന്റെ ദേഹത്താണെങ്കിൽ ഒരു കമ്പ് കുത്തി കയറിയിരുന്നു, അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ ജാസ്മിനെ പതിയെ മുകളിലേക്ക് കയറ്റി വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മായയെ മുകളിലേക്ക് കയറി വന്നിട്ട് വീണ്ടും അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് ഒരു വെള്ളച്ചാട്ടം കാണുന്നത്.
അപ്പോൾ നിക്ക് പറഞ്ഞ ആ ഒരു കാര്യം ഇവർക്ക് ഓർമ്മ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാലേ ഇവരുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്താം എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇവർ 3 പേരും വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. കാരണം ഇതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവർ പുറകെ വരത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഇവർക്കുണ്ട്. അതുമല്ല, താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു ബോട്ട് കരക്കടിഞ്ഞു കിടക്കുന്ന കാണുന്നത്. ഇവരെ 2 പേരെ അതിലേക്ക് കയറ്റി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. കുറേ ദൂരം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് നിർത്തി ഏജ് എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് കുറേ നേരം അതിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് നേരെ ഒരു മരത്തിനടുത്തിട്ട് ഇങ്ങനെ ചാരി വയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവരെ ഫോളോ ചെയ്തു വന്ന ആ ഒരു കാട്ടുവാസി ഉണ്ടല്ലോ, അവൻ ഈ ഒരു ഫോൺ കണ്ട് ഇതെന്നാത്ത ചാതനം എന്നുള്ള രീതിയിൽ നേരെ ആ ഒരു ഫോൺ എടുത്ത് നോക്കുന്നതും പുറകെ വന്ന് നമ്മുടെ ഏജ് അവനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാട്ടുവാസി ഈ ഒരു മനുഷ്യ മാംസമെല്ലാം തിന്നിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഒരു വിധത്തിൽ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏജ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ ഒരു കാട്ടുവാസി എന്തായാലും ഇവരുടെ പുറകെ തന്നെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് 3 പേർക്ക് രക്ഷപ്പെട്ട് പോകുന്ന കാര്യം ഒരിക്കലും നടക്കുന്നതല്ല. ഇപ്പോൾ ജാസ്മിനും മായയും മാത്രം രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത്. ജാസ്മിൻ ആണെങ്കിൽ പ്രഗ്നന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഏജ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഏജയെ ആ ഒരു കാട്ടുവാസി നല്ലതുപോലെ അടിച്ച് അവന്റെ കഴുത്തറക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ബോട്ടിലിരിക്കുന്ന 2 പേരുണ്ടല്ലോ, മായയും ജാസ്മിനും 2 പേരുടെയും ബോധം പോയിട്ട് മയങ്ങി ഇങ്ങനെ ഇരിക്കാണ്. ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഈ ഒരു കാട്ടുവാസി ഈ മരത്തിൽ ആ കത്തി കുത്തി വെച്ചിട്ട് നമ്മുടെ ഏജയെ കഴുത്തിൽ ആ ഒരു വള്ളിയെല്ലാം വെച്ച് വലിച്ച് ഈ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിടും. എന്നിട്ട് ഇവരെ 2 പേരെയും പിടിക്കാൻ വേണ്ടി ആ മരത്തിന് മുകളിൽ കയറിങ്ങനെ നിൽക്കുന്നതും ആ ഒരു സമയത്ത് നമ്മുടെ ഏജ് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മരത്തിൽ കുത്തി വെച്ചിരുന്ന കത്തി ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും വലിച്ചൂരി അവന്റെ മുകളിലുള്ള ആ ഒരു കയറ് അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ താഴേക്ക് വീണ് ഈ ഒരു കാട്ടുവാസിയുടെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്തുകൊള്ളുന്നതും കാട്ടുവാസി നേരെ വന്ന് വെള്ളത്തിലേക്ക് വീഴും. വെള്ളത്തിലേക്ക് വീണിട്ട് നമ്മുടെ ഏജയും അവന്റെ പുറകെ തന്നെ ചാടി വീണ് അവനെ കൊല്ലാണ്ട് ശ്രമിക്കാണ്. പക്ഷെ കാട്ടുവാസി ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇവര് 2 പേരും വെള്ളത്തിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 പെണ്ണുങ്ങളും ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഏജെ റിച്ചിയെ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതെല്ലാം കണ്ട് അത്രയ്ക്കും ദേഷ്യമുണ്ട്. ആ ഒരു ദേഷ്യം കാരണം കാട്ടുവാസിയുടെ കയ്യിലുള്ള കത്തിയും ഇവന്റെ കത്തിയും കൂടി എടുത്തു വെച്ച് കാട്ടുവാസിയുടെ കഴുത്തങ്ങാർക്കും. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത് ആ ഒരു കാര്യങ്ങളല്ല, റിച്ചിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേസമയമാണ് ഏജെ നോക്കുമ്പോൾ ഈ ഒരു കാട്ടുവാസി കൂട്ടം ഇവരുടെ പുറകെ തന്നെ വന്ന് അതിന്റെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഏജയ്ക്ക് മനസ്സിലായി, ഓക്കെ ഇവരെ 2 പേരെ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ബോട്ട് വലിച്ച് ഇവർക്ക് രക്ഷപ്പെട്ട് പോകേണ്ട ആ ഒരു ഡയറക്ഷനിലേക്ക് തള്ളിവിട്ടിട്ട് നിങ്ങൾ 2 പേരും പോയിക്കോ, എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ആ ഒരു വെള്ളത്തിൽ കണ്ണുടച്ച് നിൽക്കുമ്പോൾ മായ ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട്, ഏജെ വാ തിരിച്ചു വാന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ കേൾക്കുന്നില്ല. അവൻ അങ്ങനെ കണ്ണടച്ച് റിച്ചിയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നോക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇനി ഇവരെ 2 പേരും രക്ഷിക്കണം. അത് റിച്ചിക്കാണെങ്കിൽ അവൻ വാക്കും കൂടി കൊടുത്തതാണ്. അതുകൊണ്ട് ആ ഒരു ബലത്തിൽ കത്തിയെടുത്ത് കാട്ടുവാസി ടീമിനെ കൊല്ലാൻ വേണ്ടി അങ്ങനെ നടന്നു കയറുന്നു. അതുമല്ല, അകത്തേക്ക് കയറി ചെന്നിട്ട് ഒരുപാട് പേരെ ഇവനും കൊല്ലുന്നുണ്ട്. പക്ഷെ എത്രയെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് അവരെല്ലാവരും കൂടി ഏജയെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അതേസമയം ഇവിടെ ഇവരുടെ ഈ ഒരു ബോട്ട് ഒരുപാട് ദൂരം വന്ന് നല്ല ഒഴുക്കുണ്ട്. ആ ഒരു ഒഴുക്കിലൂടെ കുറേ ദൂരം വരുമ്പോഴത്തേക്കും കാട് വിട്ട് വെളിയിൽ വന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മായായാലും ഒരു പാറയിൽ പിടിച്ചിട്ട് ഓക്കെ ഇതുവഴി നമുക്ക് വെളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ജാസ്മിനെ പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. ജാസ്മിനെ കൊണ്ട് കഴിയുന്നില്ല, അവളുടെ കൈയാണെങ്കിലും മുറിഞ്ഞിരിക്കല്ലേ. അങ്ങനെ കുറേ ദൂരം ആ ഒരു പാറയെല്ലാം പിടിച്ച അവസാനം ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നതും എന്തായാലും ഒരു രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ജീപ്പ് അതിലേ വരുന്നത്. അത് കാണുമ്പോൾ 2 പേരും കൈ കാണിച്ചിട്ട് അതിലേക്ക് കയറുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.